കൂടിയാണ്. കേട്ടല്ലോ നിങ്ങള്? ഈ ജിന്നിനോടുള്ള സഹായതായിട്ട് എന്തുപോലെയാണ്? ഒരു കുറ്റിക്കാട്ടിലുള്ള മനുഷ്യനോട് നമ്മളിങ്ങനെ പോകുമ്പോ കുറ്റിക്കാട്ടിൽ മനുഷ്യന്മാരുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എന്നൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കില്ല. അതുപോലെയേ ഉള്ളൂ. ഇത് പറഞ്ഞത് NV അബ്ദുസലാം മൗലവിയുടെ സഹോദരപുത്രനായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന NV സാലിമാണ്. വെറുതെ ആരോടെങ്കിലും പറഞ്ഞതല്ല. നേരെ മറിച്ച് ഇന്റർനെറ്റിലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറഞ്ഞ് നമ്മുടെ ചില പ്രവർത്തകന്മാർ ആരംഭിച്ച ക്ലാസ്സിൽ വന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പിന്നെ അവിടെ നടക്കുന്ന പ്രസംഗങ്ങളൊക്കെ. കാരണം ഇദ്ദേഹം വലിയ മൗലാനയാണ്. ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജമിയത്തുൽ ഉലമക്ക് തെറ്റുപറ്റി തന്നെ ബുക്കും ലഘുലേഖയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹം, NV മുഹമ്മദ് സാലിം എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ വിശ്വാസം ഇതാണ്. ഈ വിശ്വാസത്തിലേക്ക് ആളുകളെത്തി. ജബ്ബാർ മൗലവി എന്ത് ചെയ്തിട്ടില്ല? മറ്റേയാള് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ ആരാധിക്കണം എന്ന് പറയാത്തതുപോലെ ജബ്ബാർ മൗലവി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ശിർക്കാവൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കേട്ട് ഇത് പിന്തുണച്ച ആളുകൾ എവിടെ എത്തി? അത് കുറ്റിക്കാട്ടിലെ ജിന്നിനോട് തേടുന്നത് പോലെയുള്ളൂ. പിന്നെ ഈ ഹദീസിന്റെ സിഹത്ത് അത് നമ്മൾ ആലോചിക്കേണ്ടതില്ല. കാരണം എന്താ? ഖുർആനിൽ തന്നെ തെളിവുണ്ടാകുമ്പോ പിന്നെ ഹദീസ് നോക്കണം. ഖുർആനിൽ തന്നെ തെളിവാണ് തആവനു അലൽ ബിർരി വത്തഖ്വ. ഇവര് പെട്ട ഈ പെടലിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അതിൽ കേട്ടണ മുസ്ലിം എന്ന പദം. മുസ്ലിം ജിന്ന്. എങ്ങനെ മുസ്ലിം ജിന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലായില്ല. ഇനി മുസ്ലിം ജിന്ന് എങ്ങനെ മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവും മുസ്ലിം ജിന്നാണ്? എല്ലാവരും പറയലതാ മുസ്ലിം ജിന്നിനോട് സഹായം തേടലാണ്. അപ്പൊ ഒരു ജിന്നിനെ കണ്ടാൽ ആദ്യം ചോദിക്കണം, ജിന്നുണ്ട് എന്ന് പോയി വെളിച്ചം കിട്ടണം. അപ്പൊ ഒരൊച്ച കേട്ടു, ജിന്നാണോ? മുസ്ലിമാണോ? എന്നാ എനിക്ക് വെളിച്ചം എന്താന്ന് പറയാൻ പറ്റുമോ? കാരണം ജിന്ന് സത്യം പറയുമോ? കാഫിറാണെങ്കിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കളവ് അറിയില്ലേ ജിന്ന്? നമുക്ക് മനസ്സിലായി. നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ നമുക്കറിയോ? നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ബംഗാളികൾ വരുന്നുണ്ട്. എന്റെ നാട്ടിൽ ഒരുപാട് ബംഗാളികളുണ്ട്. അവര് മുസ്ലിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഈദ്ഗാഹിൽ അവർ വന്നപ്പോഴാണ്. അവരെ നമുക്ക്, കാരണം അവരവർ നിസ്കരിച്ചിട്ടും ഇല്ല, വെള്ളിയാഴ്ചയും വരാറില്ല. പെരുന്നാളിന് ഈദ്ഗാഹിൽ എല്ലാവരും നല്ല കള്ളിത്തുണിയൊക്കെ കൊടുത്ത് വന്നപ്പോ മനസ്സിലായി മുസ്ലിമാണ്. അതുപോലും മനസ്സിലാത്ത നമ്മളോട് ഇവര് പറയണെന്ത്? മുസ്ലിം ജിന്നിനോട്. ഇനി തആവനു അലൽ ബിർരി വത്തഖ്വ മുസ്ലിമിന് മാത്ര ഒരു അമുസ്ലിം വെള്ളത്തിൽ വീണു. വേറൊരു അമുസ്ലിം അയാളെ സഹായിക്കാൻ. ഈ അമുസ്ലിമിനെ സഹായിച്ചാൽ, അയാളെ കരക്കെടുക്കാൻ നമ്മൾ ഇയാളെ സഹായിച്ചാൽ നമുക്ക് കൂലിയില്ലേ? ആ നന്മയിൽ സഹകരിച്ച, ആ നന്മ ചെയ്യുന്നത് മുസ്ലിമായാൽ മാത്രമേ നമുക്ക് കൂലിയുള്ളൂ. പിന്നെ എന്തിനാ മുസ്ലിം ജിന്ന് എന്ന് പറഞ്ഞത്? മുസ്ലിം ജിന്ന് എന്ന് പറഞ്ഞത് ഈ ആളുകള് അത് പറഞ്ഞാലേ രക്ഷപ്പെടൂ എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇത് കേവലം എന്തല്ല, ആരോപണം അല്ല, അത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാണ് ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ എടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടല്ലല്ലോ. അതുപോലെയുള്ളൂ ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകളുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഇറങ്ങിയ ഒരു CD ഉണ്ടല്ലോ, ഇവിടെ പലരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ടോ. ഇപ്പോ കാര്യമായി കേരളത്തിൽ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയതാണ്. MT വിഷൻ എന്നല്ല പറയേണ്ടത്, വിഷം എന്നാണ്. ആ MT വിഷം പുറത്തിറക്കിയ ഒരു ഡോക്യുമെന്ററി. എന്താണ്? വിജനപ്രദേശത്തെ വിളിയും തൽപര കക്ഷികളുടെ കളിയും. വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഖൈർ ഉദ്ദേശിച്ചാൽ അത് ഇത്തരം ആളുകളിലൂടെയും ഉണ്ടാകും എന്നതിന് വലിയ തെളിവാണ് ആ CD. കാരണം ആ CD കേട്ടപ്പോഴാണ് പലർക്കും മനസ്സിലായത് ഇത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ കൗമി നമ്മളെ കൂട്ടത്തിലുണ്ട്. കാരണം എന്താ? ആ CD ഇവർ സമർത്ഥിക്കണ എന്താ? ഇത് ശിർക്കല്ല എന്നാണ് എല്ലാവരെയും വിശ്വാസം. ഒരു മൂവർ സംഘം മാത്രമാണ് എന്ത് ചെയ്യണത്? ഇത് ശിർക്കല്ല എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇത് ശിർക്കാന്ന് പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ ശിർക്കല്ല എന്ന് പറയുന്നവരാണ്. അത് കേട്ടപ്പോഴാ പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ തരത്തിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന് ഈ ദുർബലമായ ഹദീസ് എന്ന് പറയുന്ന ഈ വാചകം തെളിവുദ്ധരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് എന്നാ പിന്നെ അങ്ങനെ കുറെ ആളുണ്ട് നിങ്ങളായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതല്ല. നേരെ മറിച്ച് ഈ സംഗതികളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ലേഖനമുണ്ട്, അതേപോലെ തന്നെ അതിനെഴുതിയ അതോടൊപ്പം എഴുതിയ വിശദീകരണമുണ്ട്, അതിനു
മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്. ഇതൊക്കെ പറയുമ്പോ എന്താ, അതുകൂടി പറയണല്ലോ. ഇത് മുമ്പ് ചെറിയ മുണ്ടൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്താ മിണ്ടാതിരുന്നത്? ചെറിയ മുണ്ടൻ എഴുതിയത് കണ്ടിട്ടില്ല. ചെറിയ മുണ്ടം എഴുതിയപ്പോ മിണ്ടിയില്ല എന്നതുകൊണ്ട് ഇപ്പൊ ആരും മിണ്ടാൻ പാടില്ലേ? അങ്ങനെ ഒന്നുണ്ടോ? ചെറിയ മുണ്ടം ഇത് എഴുതി, ചെറിയ മുണ്ടം എഴുതിയപ്പോ ആരും മിണ്ടിയില്ല, അല്ലെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്ന് വിചാരിക്കുക. ഇനി പെട്ടിട്ടും ആരും മിണ്ടിയില്ല എന്ന് വിചാരിക്കുക. എന്നാ ഇത് പറയണ്ടേ? കാരണം എന്തായി? ഇപ്പോ ആയത്ത് ദുർബലമായ ഹദീസിന്റെ സിഹത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് എന്തിനാണ്? അനുവദനീയമാണോ അല്ലേ എന്ന വിഷയത്തിലാണ്. ഷെയ്ഖ് മുഖബിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഖബിൽ ഇത് പറഞ്ഞതെന്നെ എവിടെയാണെന്നറിയോ? ചില ആളുകൾ അതിരുകവിയും ഷെയ്ഖ് അൽബാനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഖം മറക്കണ സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് വാദിച്ച് കുറെ ആളുകൾ രംഗത്ത് വന്നു. അപ്പൊ അതിന് ന്യായം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ എഴുതി, ഞങ്ങളുടെ ഒരു ഷെയ്ഖുണ്ടായിരുന്നു, അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു, സ്ത്രീകളുടെ മുമ്പിൽ എത്തുമ്പോ അദ്ദേഹം തന്റെ മുഖം മറക്കാറുണ്ടായിരുന്നു, തന്നെ കൊണ്ട് സ്ത്രീകൾ ഫിത്നയിൽ അകപ്പെടരുത് എന്ന് കരുതി. ഇത്രയും വലിയ സൂക്ഷ്മതയാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് മറുപടി കൊടുത്ത്, ആ തെളിവ് ഞങ്ങൾക്ക് വേണ്ട, അതിനേക്കാളൊക്കെ സുന്ദരനായിരുന്നു ഞങ്ങളെ റസൂല്. ആ റസൂല് പെണ്ണുങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ എന്ത് ചെയ്തിട്ടില്ല? മുഖം മറച്ചിട്ടില്ല എന്ന് പറയണ മാതിരി അള്ളാന്റെ റസൂല് ചെയ്യാത്ത സംഗതിയാണ്. മൂപ്പര പ്രസംഗം എന്താണ്? നസീഹത്തി ലിൽ ജാന്നി മിൻ അഹ്ലി സുന്ന വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ജിന്നുകളെ മൂപ്പര് ഇങ്ങനെ ഉപദേശിക്കുക. ജിന്നുകളോടുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിലാണ് ഇത് പറയുന്നത്. അതിൽ പറയുന്ന വേറെ സംഗതിയുണ്ട്. ജിന്ന് മനുഷ്യനെ, ആണും പെണ്ണും, ജിന്നും മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ പറ്റുമോ? മൂപ്പര മറുപടി, ഓ പറ്റും. അപ്പൊ പിന്നെ അള്ളാഹ് ഖുർആനെ പറഞ്ഞല്ലോ, എന്ത് വജഅൽനാ മിൻ അൻഫുസികും അസ്വാജാൻ. അത് അള്ളാന്റെ ഒരു വലിയ നിയമത്തായി കണക്കാക്കിയാൽ മതി നമ്മള്, അല്ലാതെ ജിന്നിനെ കെട്ടാൻ കഴിയൂല. പക്ഷെ എന്ത് ചെയ്യരുത്? ഗർഭായാൽ അത് ജിന്നാണ് എന്ന് പറയരുത്. പിന്നെന്താ പറയാ? ഒരു മുസ്ലിം പെണ്ണ് ഒരു ജിന്നിനെ കല്യാണം കഴിച്ചു, ഗർഭായി, ഓളെന്താ പറയണ്ടേ? എന്റെ അപ്പുറത്തുള്ള പോക്കര് ആണ് എന്റെ ഗർഭത്തിന് ഉത്തരവാദി. ഇതോ കല്യാണം കഴിക്കാൻ ഗർഭത്തിന് ഉത്തരവാദി ജിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന് പറയണ ആ ജാതി അഭിപ്രായങ്ങൾ ഇപ്പൊ ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ഹംബൽ 4 അറിയപ്പെടുന്ന ഇമാമുകളാണല്ലോ. ഓരോ കിതാബില് ഒരു പറഞ്ഞ് മോശമായിട്ടോ ഓരോന്നും ഒരു വസ്തുവിനും കൊള്ളാത്തതുകൊണ്ടോ അല്ല നമ്മൾ അവരെ തക്ലീദ് ചെയ്യാത്തത്. എന്താ? പ്രമാണങ്ങളാണ് നമ്മളെ തെളിവ്. പ്രമാണങ്ങളാണ് നമ്മളെ തെളിവ്. ആ പ്രമാണത്തിൽ ഉള്ളത് പറഞ്ഞാലേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. തആവനു അലൽ ബിർരി വത്തഖ്വ ഓതിയിട്ട് അള്ളാന്റെ റസൂല് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ തേടിക്കോന്ന് പറഞ്ഞിട്ടില്ല. മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. എന്നാ മലക്കിനോട് എന്റെ അടുത്ത് ആ മലക്കുണ്ടാവും വിചാരിച്ചിട്ട്, മലക്കേ, എന്റെ അടുത്തുള്ള മലക്കേ, ഇത് കേൾക്കുന്ന മലക്കേ, എനിക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്ന് മലക്കിനോട് പറയാൻ പറ്റുമോ? ഇവരെ അഭിപ്രായ പ്രകാരം പറയാം, അത് പൊട്ടത്തരം മാത്രമേ ഉള്ളൂ, ശിർക്കാവില്ല എന്നാ. നമ്മളെ അഭിപ്രായത്തിലോ ശിർക്കാണത്. ഇത് നമ്മൾ മാത്രം പറയാൻ, ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും പറയണതാണ്. രസകരമായ ഒരു ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസിനോട്. എന്താണെന്നറിയോ? രാത്രി ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോ അയാളെ ഹഫലത്തിന്റെ മലക്കുകൾ ഉണ്ടാവുമല്ലോ, ആ മലക്കുകളോട് എന്നെ ഇത്ര മണിക്ക് എണീപ്പിക്കണേ എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ഇത്ര മണിക്കാ, നാളെ രാവിലെ എവിടെ ദൂരെ എവിടെയെങ്കിലും പോകണം, തിരുവനന്തപുരത്തേക്ക് പോകണം, 3 മണിക്കാണ് ട്രെയിന്, അപ്പൊ എന്ത് ചെയ്യണം? ഒരു 2 മണിക്ക് എന്നെ ഒന്ന് എണീപ്പിക്കണേ മലക്കേ എന്ന് പറയാൻ പറ്റുമോ? ഇവരെ അഭിപ്രായ പ്രകാരത്തിൽ ശിർക്കാണോ? അല്ല. കാരണം എന്താ? മനുഷ്യനോട് പറഞ്ഞാൽ ശിർക്കല്ല. എന്റെ പെണ്ണുങ്ങളോട് ആ 3 മണിക്ക് എനിക്ക് പോകണം, ഈ വിളിക്കണേ, അലാറം വെച്ചിട്ടുണ്ട്, ഞാൻ അഥവാ ഉറങ്ങിപ്പോയ നീ വിളിക്കണേന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. മോനോട് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. അനുജനോടോ മക്കളോടോ പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. അതുപോലെ ജിന്നിനോട് പറഞ്ഞാലോ? ശിർക്കല്ല എന്നാണ് ഇവരെ വാദം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് മറുപടി നൽകി, ഹാദാ ശിർക്കുൻ ബില്ലാഹ്. ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അത് ദുആ ആണ്. അതിലെങ്ങനെ ദുആ? ഒന്ന് അലാറം വെക്കണേന് വേറെ എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞാൽ അതിൽ ദുആ ഉണ്ടോ? ദുആ തന്നെയാ. അതിലെന്താ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുലുണ്ടോ? കേട്ടാ എന്താ വിചാരിക്കാന്നറിയോ? അള്ളാഹിന്റെ ഖുർആനിൽ അള്ളയും അതേപോലെ സുന്നത്തിൽ റസൂലും പഠിപ്പിച്ചതാണ് ഈ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ. അതിൽ അതൊന്നും ഇല്ല, ശിർക്കാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതുകൊണ്ടാണ് മുജാഹിദുകൾ എന്ത് പറയുന്നത്? ഈ അപകടകരമായ ഒരു വിശ്വാസം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു, അത് നമ്മൾ കരുതിയിരിക്കണം. ഇത് ഒരുപക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന തലമുതിർന്ന ആളുകൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഇത് മെയിലുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് പല ഇന്റർനെറ്റ് ക്ലാസ് റൂമുകളിലൂടെയും ബ്ലോഗുകളിലൂടെയും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തേ ശിർക്കാവുള്ളൂ? അഭൗതികമായ തേട്ടം മാത്രമേ ശിർക്കാവുള്ളൂ.
ചിലർ പറയും ജിന്നിനോട് തേടൽ ശിർക്ക് തന്നെയാണ്, അഭൗതികമായത് തേടൽ ശിർക്ക് തന്നെയാണ്. ചിലരുടെ പ്രസംഗത്തിലുണ്ടാവും ജിന്നിനോടോ മലക്കിനോടോ അഭൗതികമായത് തേടൽ ശിർക്കാണ്. അത് വെച്ചിട്ടാ ചിലർ പറയണ്ടോ മൂപ്പരും പറഞ്ഞിട്ടില്ലേ ജിന്നിനോട് തേടൽ ശിർക്കാണ്, പിന്നെ എന്തിനാ നിങ്ങൾ അയാളെ പറ്റി അങ്ങനെ പറയണത്? എന്താ പറഞ്ഞ് അഭൗതികമായത് തേടൽ ശിർക്ക്. എന്താ ഈ അഭൗതികമായത് തേടൽ ശിർക്ക് എന്ന് പറഞ്ഞാല് ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ പാപം പൊറുക്കണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ, ഈ ജാതി സംഗതി തേടാൻ പാടില്ല. നേരെ മറിച്ച് ജിന്നെ പിന്നെ എനിക്ക് വെളിച്ചം തരണേ, ജിന്നെ എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ജിന്നെ ഞാൻ ഇതാ വീഴാൻ പോവാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ എന്നെ ഒന്ന് താങ്ങണേ എന്നൊന്നും പറഞ്ഞ എന്തല്ല, ശിർക്കല്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ ബോധ്യപ്പെടണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. അതിന്റെ ഒരു ഉപചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ അനസ് മൗലവിക്കും ഹനീഫ കായക്കൊടിക്കും അതുപോലെ അബ്ദുറഹ്മാൻ സലഫിക്കും ഇപ്പോഴാണോ ഇത് ശിർക്കാണെന്ന് തീരുന്നത്? അവർ കഴിഞ്ഞ കാലത്ത് ഇത് ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താണ് അതിന്റെ വിശദീകരണം? അത് ശരിയാണെന്ന് സങ്കല്പിക്കുക, ഞങ്ങളൊക്കെ ഇത് പറഞ്ഞ ആൾക്കാരാണെന്ന് സങ്കല്പിക്കുക. അതിനല്ലേ ഇപ്പൊ ജമിയത്തുൽ ഇടപെട്ടത്? അങ്ങനെ പറഞ്ഞ് ഞങ്ങളെങ്ങനെ പറഞ്ഞുവെങ്കിൽ, ഞങ്ങളെങ്ങനെ വാദിച്ചുവെങ്കിൽ അത് ശരിയല്ലാത്തോണ്ടല്ലേ ജമിയത്തുൽ ഇടപെട്ടത്? അപ്പൊ ഞങ്ങൾക്ക് ജമിയത്തുൽ ബോധ്യപ്പെടുത്തി തന്നു അത് പാടില്ല, അത് ശിർക്കാണ്. പിന്നെ അതിനപ്പുറം പറയാൻ ഞങ്ങൾ ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരെക്കാളും വലിയ പണ്ഡിതന്മാരല്ല. മാത്രമല്ല ഈ വിഷയത്തിൽ ശിർക്കാണ് എന്ന വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഇപ്പോ ചോദ്യകർത്താവ് എനിക്കറിയാം, വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാന്തപുരം സുന്നി ഇവിടെ സജീവ പ്രവർത്തനായിരുന്നു അദ്ദേഹം ഇന്ന് തൗഹീദ് പറയുമ്പോൾ, നാട്ടിലിറങ്ങി തൗഹീദ് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാം, പണ്ട് നിങ്ങൾ കുത്തുബിയത്ത് നടത്തിയ ആളല്ലേ, വമയ്യുനാദിസ്മി അൽഫംബി ഖൽവത്തിഹി എന്ന് ചൊല്ലിയ ആളല്ലേ, അത് ചൊല്ലിച്ച ആളല്ലേ, കൈമടക്ക് കൊടുത്ത ആളല്ലേ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അള്ളാ ഞാനത് ചൊല്ലിച്ചു പോയി, ഇനിയിപ്പോ ഞാൻ തൗഹീദ് പറയണില്ല, നിർത്തിപ്പോവാന്നാ? ഇനി അങ്ങനെ വാദം ശരിയാണെങ്കിൽ ഞാനൊരു ഇവിടെ അടുത്ത സ്ഥാപനത്തിൽ പഠിച്ചാളാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അപ്പൊ അവിടെ ഞാൻ പഠിച്ച കാലത്ത് മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുറാദി യാ മുറാദി യാ മുറാദി എന്ന് പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് മുറാദി എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് തൗഹീദ് പറയുന്ന ഒരു സ്ഥലത്ത് പിറ്റേന്നൊരു മുസ്ലിയാർ വന്നിട്ട് വാല് പറയുമ്പോൾ എന്റെ ക്ലിപ്പിടുക, പണ്ട് അനസ് മൗലവി മുറാദി യാ മുറാദി ശൈഖ് മുഹീദ്ദീൻ മുറാദി എന്ന് വിളിച്ച ആളാണ് എന്ന് പറഞ്ഞ് എനിക്ക് തൗഹീദ് പറയണമെന്നതിനർത്ഥം. അപ്പോ ഞാനത് പറഞ്ഞു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇത് തെറ്റാണെന്ന് തെളിവെന്താ? ഞാൻ തെറ്റിന്നല്ലേ അർത്ഥമുള്ളൂ. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹനീഫ കായക്കൊടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ജമിയത്തുൽ ഉലമ പറഞ്ഞ് തെറ്റാന്ന് എവിടുന്ന് കിട്ടി? ഞങ്ങൾ പറഞ്ഞ് തെറ്റാന്നല്ലേ കിട്ടിയത്? അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാൽ MD വിഷൻ എന്നാണ് അതിന്റെ പേര്. അത് വെച്ചാൽ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷം എന്നാണ് അതിന്റെ ഫുൾ ഫോം. മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ ഇതെടുത്തിട്ട് കോപ്പി എടുത്തിട്ട് നിങ്ങൾ ലോകം മുഴുവനും വേൾഡ് മുഴുവനും വിതരണം ചെയ്താലും ജമിയത്തുൽ ഉലമ പറഞ്ഞത് തെറ്റാണെന്ന് എവിടുന്ന് കിട്ടും? ഞങ്ങൾ പറഞ്ഞത് തെറ്റാന്നല്ലേ കിട്ടുള്ളൂ. അപ്പോ ഇതാണ് അതിന്റെ ഏറ്റവും വ്യക്തമായ മറുപടി. ഇനി ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കട്ടെ. ഈ വിഷയം ജിന്നിനോട് തേടൽ ശിർക്കാണ് എന്ന അടിസ്ഥാനപരമായ ഈ തത്വം ഇതിന് വിരുദ്ധമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തുന്നു, ഞങ്ങൾക്കൊരു മടിയില്ല. ഇത് സക്കരിയ സലാഹി പറയോ? ഇത് ജബ്ബാർ മൗലവി പറയോ? ഇതിപ്പോൾ പ്രസംഗിച്ച നേരത്തെ ശബ്ദം കേട്ട വ്യക്തി പറയോ? ഞങ്ങൾ പറയാം, ഉറക്കെ പറയാം, എവിടെയും പറയാം. വെറുതെ അല്ല, ഖുർആനിലെ ആയത്ത് തെളിവെച്ച് ഹദീസ് തെളിവെച്ച് പറയാം. ഞങ്ങൾ അങ്ങനെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് ധ്വനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുന്നതോ ആയ ഏതെങ്കിലും ഒരു പ്രസംഗം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്താനും ഞങ്ങൾക്കത് തെറ്റുപറ്റിയതാണ് എന്ന് പറയാനും ഉറക്കെ പ്രഖ്യാപിക്കാനും അതിനുവേണ്ടി ലോകത്തോട് മാപ്പ് പറയാനും ഞങ്ങൾ ഒരുക്കമാണ്. എന്നാൽ ഇതേ രൂപത്തിൽ സംസാരിക്കാൻ ഈ വ്യക്തികൾ തയ്യാറാകുമോ? അത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പിന്നെ അതിനെക്കുറിച്ച് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ വേണ്ട, ഞാനത് വിടുക. എന്താ ഇവിടെ സംഭവിച്ചെന്നറിയോ? എന്റെ സഹോദരൻ മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് ആളുകൾ, ചില ആളുകൾ ഇപ്പോഴാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇപ്പോഴാണ് ചില ആളുകൾക്ക് ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ സക്കരിയ സലാഹിയും അതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. ഈ വിഷയത്തിൽ ഏതാണ്ട് 6 വർഷമായി ഓരോ രംഗത്തും ഇടപെടാൻ അവസരം കിട്ടിയ ആളുകളാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളല്ലാത്ത ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ സാധുക്കളായ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാനും ഹനീഫും ആദ്യം മുതൽ ഇടപെട്ട ആളാണ്.
ഇത് ആദ്യം മുതൽ ഇടപെടുമ്പോൾ ജബ്ബാർ മൗലവി ഈ അപകടം എഴുതി ആദ്യം ഇത് പുറത്തു കൊണ്ടുവന്നത് ആരാ ജബ്ബാർ മൗലവിയുടെ ലേഖനം വായിച്ച് പുറത്തു കൊണ്ടുവന്നത് ഇവിടുത്തെ ഖുറാഫികളും ഇവിടുത്തെ മടവൂരികളുമാണ്. മുജാഹിദികൾ ജിന്നിനോട് സഹായം തേടാം എന്ന് പറയുന്നു. അതിനെന്താ തെളിവ്? ജബ്ബാർ മൗലവി ഇതാ എഴുതിയിരിക്കുന്നു. അതെന്താ? നേരത്തെ വായിച്ചു. പകൽ ഒരാൾ ഇരുട്ടിൽ അകപ്പെട്ടു, ഇവിടെ പവർ കട്ടായി, ആരുമില്ല, ഞാൻ ഒറ്റ ഇങ്ങനെ നിൽക്കുമ്പോ പവർ കട്ട്, കരണ്ടങ്ങ് പോയി. അപ്പോ ഒരു ശബ്ദം കേട്ടു, ഠും എന്നൊരു ശബ്ദം കേട്ടു. ഇവിടെ ആരും ഇല്ലല്ലോ, വെട്ടുണ്ടായിരുന്നപ്പോ ആരുണ്ടായിരുന്നില്ലല്ലോ, കരണ്ട് പോയപ്പോ ഒരു ശബ്ദം കേട്ടതാ. ഞാൻ വിചാരിക്കുകയാണ് അത് ജിന്നുണ്ടാക്കിയ ശബ്ദമായിരിക്കാം. അപ്പോൾ ഒരു ജിന്നുണ്ട് എന്ന് മനസ്സിലായി. ജിന്നെ എനിക്ക് വെളിച്ചം കാട്ടിത്തരുമോ എന്ന് ചോദിച്ചാൽ അതിൽ ശിർക്കില്ല, അഭൗതികതയില്ല. ഇതാണ് വാചകം. ഈ വാചകത്തെക്കുറിച്ച് ജബ്ബാർ മൗലവിയോട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തേടാമെന്നാണോ? ഞാൻ പറഞ്ഞില്ലല്ലോ. തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് ജബ്ബാർ മൗലവിയുടെ ഡോക്യുമെന്ററി ഇപ്പോൾ ഇറക്കിയ ആളുകൾ ഇപ്പോഴല്ലേ ആ വാചകം കേൾക്കുന്നത്. ഇസ്തിഖാമയിൽ ഈ വാചകം ഞാൻ പറയുന്ന ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം. തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ജബ്ബാർ മൗലവി ഉദ്ദേശിച്ചിട്ടില്ല. ആ ജബ്ബാർ മൗലവി ചോദിച്ചപ്പോ ജബ്ബാർ മൗലവി പറഞ്ഞ വാചകം അത്. തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ. പിന്നെന്താ ഉദ്ദേശിച്ചത്? അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല. അപ്പൊ വാദം രണ്ടായി. ഒന്ന്, തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല. പിന്നെന്താ ജബ്ബാർ മൗലവി പറഞ്ഞത്? അഭൗതികമല്ല, ശിർക്കില്ല എന്നാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്. മടവൂരികൾ പറഞ്ഞു തേടാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു. അപ്പൊ നമ്മൾ വെല്ലുവിളിച്ചു, ഇല്ല, കളവാണ്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഖുബൂരികൾ വെല്ലുവിളിച്ചു, തേടാം, പ്രാർത്ഥിക്കാം, ജിന്നോട് പ്രാർത്ഥിക്കാം, ഞങ്ങൾ വെല്ലുവിളിച്ചു, ഇല്ല. കാര്യം എന്താ? തേടാമെന്നതിലില്ല, തേടിയാൽ ശിർക്കല്ല എന്നാണ് ആ വാചകത്തിലുള്ളത്. അപ്പൊ ശിർക്കാണോ ശിർക്കല്ലേ? അതിൽ അഭിപ്രായ വ്യത്യാസം. ശിർക്കാണോ ശിർക്കല്ലേ? തേടിയാൽ ശിർക്കാണോ ശിർക്കല്ലേ? ഇപ്പൊ ഇങ്ങനൊരു ജിന്ന് ഇരുട്ടത്ത് ഇവിടെ ഉണ്ട്, ശബ്ദം ഉണ്ടാക്കി, ജിന്നല്ല, ഒരു ശബ്ദം ഉണ്ടായി, അവിടെ ജിന്നാന്ന് വിചാരിച്ചിട്ട് തേടിയ ശിർക്കാണോ ശിർക്കല്ലേ? ഇതാണ് പിന്നെ രണ്ടാമത്തെ ചർച്ച. ഇത് മടവൂരികളുമായുള്ള ചർച്ചയല്ല, ഇത് ഖുറാഫികളുമായി നടന്ന ചർച്ചയല്ല. ഇവർക്ക് ഇപ്പോഴും ഈ വിഷയം മനസ്സിലായിട്ടില്ല. ഈ തർക്കമുള്ളത് ജബ്ബാർ മൗലവിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ നടന്ന തർക്കമാണ്. അത് മടവൂരികളുമായിട്ട് നടന്നിട്ടില്ല. ഈ ഇടുന്ന ക്ലിപ്പുകൾ മുഴുവൻ ഇപ്പോ ഇവിടെ ക്ലിപ്പുകൾ കണ്ടാ തോന്നുന്നു ഞാനിങ്ങനെ സ്റ്റേജ് കിട്ടിയിട്ട് വിജനപ്രദേശത്ത് ഒരാളകപ്പെട്ടാൽ ജിന്നെ എന്ന് വിളിച്ചു തേടിയാൽ പിന്നെ അല്ലെങ്കിൽ ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല എന്ന് ഞാൻ വാതു പറഞ്ഞു തോന്നിപ്പോയി ഈ ക്ലിപ്പ് കണ്ടാല്. ജബ്ബാർ മൗലവിയുടെ ലേഖനമെടുത്ത് മടവൂരിയോ ഖുറാഫിയോ പറയുമ്പോ നമ്മൾ തിരിച്ചു പറയും, എവിടെ അതിൽ തേടാമെന്നെവിടെ, തേടണമെന്നെവിടെ, പ്രാർത്ഥിക്കണമെന്നെവിടെ? അഭൗതികതയില്ല, ശിർക്കില്ല എന്നേ അതിലുള്ളൂ. ഇപ്പൊ ആ ഭാഗം മുറിച്ചിട്ട് അനസ് മൗലവി പറഞ്ഞു, എന്ത് അഭൗതികതയില്ല, ശിർക്കില്ല എന്ന് അനസ് മൗലവി പ്രസംഗിച്ചതുപോലെയാണ് ചില ആളുകൾ ക്ലിപ്പിട്ട് അനീഫ് മൗലവി ഏതെങ്കിലും ഒരു വാചകം വായിക്കും, എന്നെ കൊണ്ട് മറുപടി പറയിക്കും, പിന്നെ അനീഫിനെ കൊണ്ട് പ്രസംഗിപ്പിക്കും, എന്നെ കൊണ്ട് മറുപടി പറയിക്കും. ഞാൻ നിങ്ങൾക്ക് ചില സീഡികൾ പരിചയപ്പെടുത്താം. ഇവിടുത്തെ നാട്ടിലെ ഖുറാഫികൾ ഇറക്കിയത് കല്യാണ വണ്ടി, ഇതാണ് ഒരു സീഡിയുടെ പേര്, കല്യാണ വണ്ടി. അതെങ്ങനെയെന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് പ്രസംഗിക്കും, സക്കറിയ സലാഹി ഇപ്പുറത്തൊന്ന് കൂക്കിയിട്ട് പോകും. മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചപ്പോ കൂക്കിയതാണോ സക്കറിയ സലാഹി? ആണോ? അപ്പൊ ഇതെല്ലാം കൂടെ കാണുന്ന ഒരാള് പിന്നെ അപ്പുറത്ത് സുഹൈർ മൗലവി വന്ന് കുറച്ച് പ്രസംഗിക്കും, സക്കറിയ സലാഹി രണ്ടും കൂക്കിയിട്ട് പോകും. അപ്പൊ ഇത് ഇങ്ങനൊരു സീഡ്, ഇത് ഈ ഡോക്യുമെന്ററി എന്നൊക്കെ ഇത് പുതിയൊരു അനുഭവമൊന്നുമല്ല മുജാഹിദുകൾക്ക്. ഇവിടെ തോൽക്കുന്നു ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സീഡി ഇറക്കി നാടൊട്ടാകെ, യൂട്യൂബിലുണ്ട്, സെർച്ച് ചെയ്താൽ കാണാം. ഇവിടെ തോൽക്കുന്നു ഇസ്ലാം. ആരാ പ്രസംഗിക്കണേ? മുജാഹിദ് ബാലുശ്ശേരി. കഴുത്തിയരിച്ചു കൊല്ലണം മുജാഹിദ് ബാലുശ്ശേരി. അതുപോലെ ഇപ്പുറത്ത് സക്കറിയ സലാഹി, ഹുസൈൻ സലഫി. അപ്പോ ഈ ഡോക്യുമെന്റ് കണ്ടിട്ട് സുബ്ഹാനല്ലാഹ്, ഇവിടെ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി പറയും മൗലവിമാര്. ആരൊക്കെയാണ്? ഹുസൈൻ സലഫി, പിന്നെ ആരാണ്? സക്കറിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, അനസ്, അതുപോലെ തന്നെ അനീഫ കായക്കൊടി. ഇവരൊക്കെ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കാൻ 2 CD ഇറക്കി ജമാഅത്തുകാരൻ, ഡോക്യുമെന്ററി നാട് നീളെ കൊടുത്തു. എന്തിനാ? തെറ്റിദ്ധരിപ്പിക്കാൻ. ശരിയല്ലേ? തെറിപ്രസംഗം യൂട്യൂബിൽ അടിച്ചാൽ എന്താ കിട്ടുക? തെറിപ്രസംഗം, പൊട്ടന്മാരെ, വിഡ്ഢികളെ. സക്കറിയ സലാഹിയുടെ പ്രസംഗത്തിലെ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചാണ്. അങ്ങനെ ഒരു പ്രസംഗം ഉണ്ടോ? പല പ്രസംഗത്തിൽ പറഞ്ഞത് മുഴുവനും കൂടെ ചേർത്ത് വെച്ചിട്ട് നാളെ ഒരുത്തൻ ഡോക്യുമെന്ററി, ജമാഅത്തെ ഇസ്ലാമിയുടെ ഡോക്യുമെന്ററിയിൽ അതുണ്ട്, തെറിപ്രസംഗം. അതിൻ്റെ അകത്ത് എത്ര വ്യൂസ് ഉണ്ടായിരുന്നു, എത്ര പേരത് കണ്ടു എന്നതിന്റെ ആ കണക്ക് വരെ രേഖപ്പെടുത്തി കൊടുത്തു. ഈ ഡോക്യുമെന്ററികൾ പുതിയതാണോ മുജാഹിദുകൾക്ക്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതൊരു ചുക്കില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ നടത്തിയത്
അത് പരസ്യമായി രംഗത്ത് വന്നിട്ട് ആളുകളുടെ മുന്നിൽ ഈ പറയൽ നിർബന്ധമായ അവസ്ഥയിലല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അനസ് മൗലവിക്ക് പഴയ വാദം ഉണ്ടായിരുന്നു, ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദം ഉണ്ടായിരുന്നു. ശരി, അങ്ങനെ വെച്ചോളൂ, നമുക്കതിൽ നമ്മളല്ലേ ബേജാറാവുള്ളൂ, അതിന് നമുക്കൊരു പ്രയാസമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. എങ്കിൽ ഇത് വായിച്ചിട്ട് അത് തിരുത്തണം എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടത് ഇവിടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കരുവമ്പൊയിലാണ്. അത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചന്നു മുതൽ തിരുത്തണമെന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾക്ക് തെറ്റി, ശരി. കരുവമ്പൊയിൽ അതിനെ സംബന്ധിച്ച് അഭിമുഖം കൊടുത്തു ഹുസൈൻ സലഫി. ആ ഹുസൈൻ സലഫി പറഞ്ഞു ഇത് തിരുത്തണം. എപ്പോഴാ പറയുന്നത്? വർഷങ്ങൾക്ക് മുമ്പ്. ഇത് എഴുതിയ ഉടനല്ല പറയുന്നത്. അന്ന് തിരുത്തണമെന്ന് പറഞ്ഞു. അതാണ് നേരത്തെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്. ആ ജബ്ബാർ മൗലവി തിരുത്തിക്കാൻ വേണ്ടി പോയി. എനിക്കാ വാദമാണെങ്കിൽ ഞാൻ എന്തിനാ ജബ്ബാർ മൗലവി തിരുത്തിക്കാൻ പോണത്? ഞാൻ സലഫി ഹുസൈൻ സലഫി വിളിക്കുമ്പോൾ പറയണത് എനിക്കും ആ വാദക്കാരല്ല, ഞാൻ തിരുത്തൊന്നുമില്ല എന്നല്ലേ പറയേണ്ടത്. ഹുസൈൻ സലഫിയും അതുപോലെ ഞാനും ഈ ഇരിക്കുന്ന ഖാദർ ഹാജിയും നാണി ഹാജിയും ഇവിടുണ്ട്. ആളുകളൊക്കെ പുറത്തൊന്നുമില്ല, ഇവിടുണ്ട്. 4 പേര് പോയി. എന്റെ അതേ വാദം ഞങ്ങൾക്കുള്ളതെങ്കിൽ എന്തിനെ തിരുത്തണമെന്ന് ജബ്ബാർ മൗലവിക്ക് പോയി പറയേണ്ടത്? പോയി പറഞ്ഞു. രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചു. ഒരു അനക്കമില്ല, മാറ്റമില്ല. വൈകുന്നേരം അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു. നിങ്ങൾ വന്ന് സംസാരിക്കും, മനുഷ്യനോട് ഇരുത്തി സംസാരിപ്പിച്ചു. രാത്രി ഇശാ നമസ്കാരം കഴിയുന്നത് വരെ ഒരു പകല് മുഴുവനും രാത്രിയുടെ പകുതിയും ഇരുന്ന് സംസാരിച്ചു. എന്തേ, അതിന് കുഴപ്പമൊന്നുമില്ല, അതേ വാദം ഞങ്ങൾക്കാണെങ്കിൽ പിന്നെന്തിനാ തിരുത്താൻ നടക്കണേ? അത് കഴിഞ്ഞു. അത് പിന്നെ മുന്നോട്ട് പോയി. അവസാനം താൽക്കാലിക ശമനം എന്ന നിലക്ക് മറ്റുള്ളവരോട്, ഈ മടവൂരികളോടും കുബൂരികളോടും മറുപടി പറയാൻ വേണ്ട എന്തെങ്കിലും എന്ന് വിചാരിച്ച് ഞങ്ങൾ തന്നെ ഒരു വിശദീകരണം എഴുതിയുണ്ടാക്കി. അവിടെ പോലും ഞങ്ങൾ സൂക്ഷ്മത കാണിച്ചു. കാരണം ഇവരേക്ക് വശലാക്കി മുദ്ര കുത്തി പുറത്താക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും അവിടെ എഴുതാം. ഇപ്പൊ ചില ആളുകൾ ശിർക്ക് ആരോപിക്കുന്നു. ചില അധികാരമോഹികൾ ഭരണം പിടിച്ചിറക്കാൻ വേണ്ടിയിട്ട് നടന്ന കളിയാടുക. ഞാൻ ചോദിക്കുക, ഈ TP അബ്ദുൽ കോയ മോദരിക്ക് ഇനി എന്താ അധികാരമോഹ? പ്രസിഡന്റിനേക്കാളും വലിയ സ്ഥാനം ഉണ്ടോ ഇനി? TP അധികാരമോഹത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാല് അധികാരം ഇല്ലാത്ത ഒരാളല്ലേ അധികാരമോഹം കാണിക്കേണ്ടത്? അതുപോലെ അബ്ദുറഹ്മാൻ സലഫി അധികാരമോഹത്തിനാണെന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫിക്ക് അധികാരം ഉണ്ടോ? അധികാരം ഇല്ലാത്തവരല്ലേ അധികാരമോഹം കാണിക്കുന്നത്. അപ്പൊ അധികാരത്തിൽ ഇരുന്നിട്ട് അധികാരമോഹം കാണിക്കും ആരെങ്കിലും? അപ്പൊ അധികാരമോഹമാണെങ്കിൽ അധികാരമുള്ളവരാ പറഞ്ഞത്, ആധികാരികത ഉള്ളവരാ പറഞ്ഞത്. എവിടെങ്കിലും റൂമിൽ അടച്ചിട്ടിരുന്ന് പറഞ്ഞ ആളുകളല്ല. അധികാരമുള്ളവർ, അതുപോലെ പറയാൻ അവകാശപ്പെട്ടവർ, സംഘടനയുടെ നേതാക്കൾ, അവരാ പറഞ്ഞത് ഇത് പാടില്ല എന്ന്, അല്ലേ? അപ്പൊ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ രൂപത്തിൽ ഒരു വിശദീകരണം കൊടുത്തു. പിന്നീട് അത് കൊടുത്തിട്ടും അത് കുറച്ചു കാലം നീട്ടിവെച്ചു അത് കൊടുക്കാൻ. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു അല്ല, കൊടുത്തപ്പോ തന്നെ കൊടുത്തു. അനക്ക് അള്ളാഹ് സാക്ഷിയാണ്. കാരണം വേറൊരു തെളിവ് കൊണ്ടുവന്ന് കൊടുത്തത് എപ്പോഴാ, ഇനി വന്നത് എപ്പോഴാ, അതെപ്പോ പ്രസിദ്ധീകരിച്ചു, എങ്ങനെ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ ഓരോന്നിനും തെളിവ് ഇങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ അള്ളാഹ് സാക്ഷിയാണ്. പരലോകത്ത് വരുമ്പോ തീയതിയും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് കാണാം. പരസ്യമായി ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തു. ഇവരെന്തിനാ ഈ വാദത്തിലേക്ക് വീണുപോകരുത്, ഈ അപകടം പിടിച്ച വാദത്തിലേക്ക്, പിഴച്ച വാദത്തിലേക്ക് വീണുപോകരുത്. നേരെ മറിച്ച് ഇത് മനസ്സിലാക്കി തിരിച്ചു വരണം. പക്ഷെ ഇവർ കബളിപ്പിച്ചു പൊതുജനത്തെ. 10,000-കണക്കിന് മുജാഹിദ് പ്രവർത്തകരെ കബളിപ്പിച്ചു. ഈ ശിർക്കിന്റെ വിശ്വാസം മനസ്സിൽ വെച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ജനങ്ങളെ കബളിപ്പിച്ചു. ഇനി ഈ രൂപത്തിൽ ഒരു ജനതയെ, ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിന്നാൽ ആ വ്യക്തി നന്നാക്കിയാൽ മതി. പക്ഷെ ഒരു ജനതയിലേക്ക് ആ പിഴ വഴികേട് പടച്ചുവിട്ടാൽ അവിടെ വളരെ ശക്തമായി രംഗത്ത് വരിക തന്നെ ചെയ്യും. അതാണ് ഇപ്പൊ നിർവഹിക്കുന്നത്. ഇപ്പൊ കൗമിനോട് എന്തിനാ പറയണമെന്ന് ചോദിക്കണത്. ഇതൊരുത്തൻ അവന്റെ മനസ്സിൽ വെച്ചോട് നടക്കായിരുന്നെങ്കിൽ അവന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തേനെ. നേരത്തെ ജബ്ബാറോട് വീട്ടിൽ പോയി പറഞ്ഞ പോലെ ഇത് ഈ സമൂഹത്തിനിടയിലേക്ക്, മുജാഹിദ് പ്രവർത്തകർക്കിടയിലേക്കും പല രൂപത്തിൽ SMS-ലൂടെ, നെറ്റിലൂടെ, ഇമെയിലിലൂടെ, അതുപോലെ ഈ രൂപത്തിൽ അവിടുന്നും ഇവിടുന്നുമുള്ള ഫത്വകളിലൂടെ ഒക്കെ സ്പ്ലിറ്റ് ചെയ്തപ്പോ, ആളുകൾക്കിടയിലേക്ക് വ്യാപിപ്പിച്ചപ്പോ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടി വന്നു. രോഗം ഉള്ളത് കൊണ്ടല്ല, രോഗം വരാതിരിക്കാൻ പ്രതിരോധ മരുന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാര മക്കളെ, ഇങ്ങനെ രോഗമുണ്ട്, വരുന്നുണ്ട്, നിങ്ങൾ ആരും ഒരു പെട്ടുപോകരുത്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രതിരോധ മരുന്ന് അത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയി പറയേണ്ടി വരുന്നത് ഇത് മുജാഹിദ് പ്രവർത്തകർക്കിടയിലേക്ക് വ്യാപിപ്പിച്ചപ്പോഴാണ്, ആളുകൾക്കിടയിലേക്ക് വ്യാപിപ്പിച്ചപ്പോഴാണ്. എന്നിട്ട് ഇപ്പോഴും ഇപ്പൊ നമുക്ക് പണ്ട് നമ്മളൊരു വാദപ്രതിവാദം നടത്തിയ, മുമ്പൊരു വാദപ്രതിവാദം നടത്തിയാൽ വാദപ്രതിവാദം നടത്തിയതിന് പിറ്റേന്ന് സലാം സുല്ലമി എടുക്കും പേന. മുജാഹിദുകൾ വമ്പൻ പരാജയം. രണ്ടത് മടവൂരികൾ എന്തെടുക്കുക, അല്ല ഖുറാഫികൾ എന്തെടുക്കുക. കണ്ടോ, സലാം സുല്ലമി തന്നെ പറയാം മുജാഹിദുകൾ തോറ്റുന്ന.
അപ്പൊ നമുക്ക് ഇത്രയും കാലം ഇപ്പോ കൊട്ടപ്പുറം സംവാദം മുജാഹിദ് തോറ്റുന്ന് സലാം സുല്ലമി, ഒസങ്കടി വാദപ്രയോഗം നടത്തി തോറ്റുന്ന് സലാം സുല്ലമി, ഇപ്പൊ മൂവാറ്റുപുഴ ഒരു സംവാദം നടത്തി. ഇപ്പൊ നോക്കുമ്പോ അതിൽ തോറ്റു എന്ന് പറയലാണ് പ്രധാന പണി. ഈ ജിന്നുവാദികൾക്ക് പ്രധാന പണി എന്ന് വെച്ചാല് മൂവാറ്റുപുഴയിൽ മുജാഹിദുകൾ തോറ്റുപോയി. കാര്യം എന്താ? ജിന്നോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞു. വിജനപ്രദേശത്തെത്തിയ ഒരാള് അയാള് ജിന്നെന്നെ സഹായിക്കട്ടെ, മലക്കെന്നെ സഹായിക്കട്ടെ എന്ന് നനച്ചിട്ട് അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ ശിർക്കാണെന്ന് ചോദിച്ചപ്പോ ശിർക്കാണെന്ന് പറഞ്ഞു. മുജാഹിദുകൾ തോറ്റു, ഇനി പുറത്തിറങ്ങാൻ പറ്റുമെന്നാ? ആർക്ക്? മുജാഹിദുകൾക്ക് പുറത്തിറങ്ങാൻ ധൈര്യത്തെ. പക്ഷേ ഈ ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് വാദിച്ചു നടന്നവർക്ക് ഇനി പുറത്തിറങ്ങാൻ കഴിയില്ല, സാധിക്കില്ല. ഇനി അത് അനുവദിച്ചു തരികയുമില്ല. ഇത്രയും കാലം ഞാൻ ചോദിക്കട്ടെ, ഇനി അങ്ങനല്ല എന്ന് വിചാരിക്കുക. അങ്ങനല്ല, ഞാനും ഹനീഫും പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ചു ഹംസബാക്കവി അതുപോലെ തന്നെ പിന്നെ കുറച്ച് പണ്ഡിതന്മാർ അതിന് പോയത്. ഈ ജിന്നുവാദികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ വാദപ്രതിവാദത്തിന് കരാർ എഴുതുമ്പോ. ആ ആളുകൾക്ക് വാദപ്രതിവാദം നടത്തിക്കൂടായിരുന്നോ? പോയിട്ട് എന്തേ പോകാതിരുന്നത്? പോകരുതെന്ന് പറഞ്ഞു വാദപ്രതിവാദത്തിന്. നൂറുദ്ദീൻ ലബ്ബാദാരിമിയാണ് ഞാൻ എഴുതിയ വാദപ്രതിവാദം അല്ലത്. അവിടെ പ്രസംഗിച്ച ഒരാള് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ നൂറുദ്ദീൻ ലബ്ബാദാരിമിയെ വെല്ലുവിളി ഏറ്റെടുത്തു വാദപ്രതിവാദത്തിന്. എന്നിട്ടാ വിളിച്ചു പറഞ്ഞ് കരാർ എഴുതാൻ. അങ്ങനെ ഞാൻ പോയത്. ആ നൂറുദ്ദീൻ ലബ്ബാദാരിമി വാദപ്രതിവാദം വെല്ലുവിളി ഏറ്റെടുത്തു. അത് പിന്നെ നമ്മൾ ഏറ്റെടുത്ത് കരാറൊക്കെ എഴുതി വാദപ്രതിവാദത്തിന് ഡേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞപ്പോ നൂറുദ്ദീൻ ലബ്ബാദാരിമിയെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ആ സംവാദത്തിൽ പങ്കെടുക്കരുത്. അത് അനസും ഹനീഫും കൂടെ പോയി ഒന്ന് പഠിച്ചു വരട്ടെ എന്നാണ്. ഞങ്ങൾ പോയി തോറ്റെന്ന് വിചാരിക്കും മക്കളെ. ആരാ തോക്കല്? അനസ് തോറ്റെന്ന് പറയൂ ആരെങ്കിലും? ഹനീഫ തോറ്റെന്ന് പറയോ? ഇത്രമാത്രം നികൃഷ്ട ചിന്ത കൊണ്ടു നടന്നു ജീവിച്ചിരിക്കുന്ന ആളാ. സംവാദത്തിന് പങ്കെടുക്കുന്നത് അവിടെ വരുന്ന ഖുറാഫി, ആന ഖുറാഫി വരിക, തൗഹീദ് അത് പൊളിക്കാൻ വേണ്ടി വരിക. ആ സംവാദത്തിൽ പങ്കെടുക്കരുതെന്ന് നൂറുദ്ദീൻ ലബ്ബാദാരിമി വിളിച്ചു പറയാൻ മാത്രം നികൃഷ്ട ജീവികൾ ഈ തൗഹീദിനെ തകർക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർ രംഗത്ത് വന്നത്? പിന്നെന്തിനാ രംഗത്ത് വന്നത്? ഞങ്ങളിതൊന്നും പരസ്യമായിട്ട് ഇതുവരെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങൾ കാണാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ പറയാനാവില്ലാത്തത് കൊണ്ടോ പറയാൻ അറിയാത്തത് കൊണ്ടോ അല്ല. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു കുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ എന്ത് ആക്ഷേപം പറഞ്ഞാലും ആരൊക്കെ ആക്ഷേപിച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ആക്ഷേപം കേട്ടു വളർന്നവരാ. ഖുറാഫിന്ന് മാറിയപ്പോ ഞാൻ സമസ്തക്കാരനായിരുന്നു. എന്റെ വാപ്പ ഒരു സുന്നി മുജാഹിദായിരുന്നു. ഞാൻ നാട്ടിൽ വളരെ സജീവമല്ലാത്ത മുജാഹിദ് പ്രവർത്തനം വളരെ അധികം നടന്നിട്ടില്ലാത്തൊരു പ്രദേശത്ത് നിന്ന് ആ സമയത്ത് മുജാഹിദായി കഴിഞ്ഞപ്പോ എന്റെ നാട്ടിൽ ആദ്യമായിട്ട് എനിക്കെതിരെ ഞാനൊരു നോട്ടീസ് കാണണം. അന്ന് ഉള്ള നോട്ടീസിലുണ്ട് തലസ്ഥാന നഗരിയിലും വ്യവസായ നഗരിയിലും ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള വിലമതിപ്പുള്ള പിന്നെ സ്ഥലവും വീടും നൽകിയിട്ടാണ് അനസ് മൗലവി മുജാഹിദായത്. അനസ് മുസ്ലിയാര്. ഇപ്പൊ മൗലവി എന്ന് പറഞ്ഞ ചില ആൾക്കാർക്ക് പ്രയാസമുണ്ട്. ആണ് അനസ് മുസ്ലിയാര് അദ്ദേഹം മുജാഹിദായത് എന്നാണ് ആദ്യത്തെ നോട്ടീസ്. ഞാൻ തന്നെ ഞെട്ടി. സുബ്ഹാനല്ലാഹ്, എനിക്കുള്ള വില എത്രേ? ലക്ഷക്കണക്കിന്. തലസ്ഥാന നഗരിയിലും വ്യവസായ നഗരിയിൽ നിന്ന എറണാകുളത്തും തിരുവനന്തപുരത്തും ഏക്കർ കണക്കിന് പാടശേഖരങ്ങളും വലിയ മണിമാളികകളും തന്നിട്ടാണ് മുജാഹിദുകൾ എന്നെ ഏറ്റെടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോ മടവൂരികൾ വന്നു. അവരും പറഞ്ഞു കുറെ തെറി. അത് നമ്മൾ കേട്ടു. ഇനിയിപ്പോ ഇവരുടെ നാവീന കേൾക്കണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ചൊതുക്കി മൂലക്കാക്കാം, ഞങ്ങളത് പറയാതെ പോകും എന്ന് വിചാരിക്കരുത്. നേരെ മറിച്ച് തൗഹീദിനെതിരെയുള്ള ഈ പടപ്പുറപ്പാട് നടത്തുമ്പോ സ്വാഭാവികമായും പറയേണ്ടി വരും. അത് സംഘടനയുടെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിട്ടേ നമ്മൾ പറയുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ പറയുകയില്ല. അപ്പൊ വളരെ വ്യക്തമാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട്. ഇതുവരെയുള്ള കാലയളവുകളിൽ ഈ വിഷയത്തിൽ മുജാഹിദുകളെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായും മടവൂരികൾക്കുള്ള മറുപടി. കാര്യം ഇതിനെ എതിർക്കാൻ മടവൂരികൾക്ക് അവകാശമില്ല. ജബ്ബാർ മൗലവി എതിർക്കാൻ മടവൂരികൾക്ക് അവകാശമില്ല. ജബ്ബാർ മൗലവി എതിർക്കാൻ ഖുറാഫികൾക്കും അവകാശമില്ല. കാര്യം രണ്ട് പേരും ഒന്ന് ചെറിയ മുണ്ടം എഴുതി വെച്ചതിനെ ന്യായീകരിക്കുന്നവരാണ് മടവൂരികൾ. ജബ്ബാർ മൗലവി എഴുതിയതിന് തുല്യമായ വാദം ചെറിയ മുണ്ടം എഴുതി പ്രസിദ്ധീകരിച്ച് യുവത ഇന്നും അച്ചടിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ജബ്ബാർ മൗലവിയെ എതിർക്കാൻ മടവൂരികൾക്ക് അവകാശമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരാദ്യം അത് തിരുത്തി വരട്ടെ. പിന്നെ ഖുറാഫികൾ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണവനാണ്. എന്നിട്ട് ജബ്ബാർ മൗലവി ചെയ്തെന്ന് പറയാന് ഒരു അവകാശമില്ല. അതിന്റെ അർത്ഥം ജബ്ബാർ മൗലവി പറഞ്ഞ് ശരിയാണെന്നല്ല. അവർക്ക് അവകാശമില്ലതേ ഉള്ളൂ. ജബ്ബാർ മൗലവി പറഞ്ഞ് ശരിയാണെന്നല്ല. ഹാദറായ ജിന്നുണ്ടെങ്കിൽ ഖാദറായ ജിന്നുണ്ടെങ്കിൽ ചോദിച്ചോളാൻ അല്ല പറഞ്ഞിട്ടില്ല. ഹാജറായ ജിന്നെ ഓടിക്കാനാ അല്ലാഹു റസൂൽ പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ജിന്ന് അവിടെ ഉണ്ടാകും, ഒരു ശൈത്താൻ അവിടെ ഉണ്ടാകും. കൂടെ വരാൻ
മനസ്സിലാക്കണം. കൂടെ വരാൻ വേണ്ടിയിട്ട് ആരുണ്ടാകും? ശൈത്താനുണ്ടാവും. എന്താ പറഞ്ഞത്? കൂടെ കൂട്ടിക്കോ, വഴിയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ചോദിക്കാന്നാ ആണോ? ഓടിക്കാനാ പറഞ്ഞത്. എങ്ങനെ ഓടിക്കാൻ? നേരത്തെ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനെ ഓടിച്ചോ, ഹാദിറായ ജിന്നിനെ കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ കേറുമ്പോ ശൈത്താൻ വന്ന് നിൽക്കുന്ന അല്ലാണ്ട് ബിസ്മില്ല പറഞ്ഞവനെ ഓടിച്ചോ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ശൈത്താൻ വരും, ബിസ്മില്ലയിൽ ഓടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഹാദിറായ ജിന്നിനെ, അവിടെയുള്ള ജിന്നിനെ വിളിക്കാൻ പറഞ്ഞോ? കൂടെ കൂട്ടിക്കോ, ഇതിൽ ആവശ്യം വരും എന്ന് പറഞ്ഞോ? ഓനെ ഓടിക്കാനല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഹാദിറാണ്, ഖാദിറാണ്. അതുകൊണ്ട് ഹാദിറായ ഖാദിറായ ജിന്നോട് ചോദിച്ചാൽ അതിന് ശിർക്കില്ല, അഭൗതികതയില്ല എന്നാണ്. മാത്രല്ല മനസ്സോദരങ്ങൾ, ഇപ്പോ വളരെ വ്യക്തമായി തന്നെ അപകടകരമായ ഈ വാദം അത് സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുകയും അത് വാദിക്കുകയും അത് ശിർക്കാണ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായി പഠിക്കണം, മനസ്സിലാക്കണം എന്നേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാറുള്ളൂ. ഇനി മാത്രമല്ല, ഇനിയും പറയുന്ന വേറൊരു തട്ടിലായി. ഇപ്പൊ ഞാൻ ഈ 2-3 ദിവസങ്ങളിൽ ചെറിയ വീണ്ടും ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ശിർക്ക് അല്ല. അപ്പോ ഈ രൂപത്തിൽ സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല, തേടണമെന്ന് പറഞ്ഞിട്ടില്ല, തേടേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ല. തേടൽ തേടൽ ശിർക്കല്ല എന്നാണ് പറഞ്ഞത് എന്ന്. പക്ഷേ അതും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അവിടുന്നും ചാടി എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. താവനു ഹലൽ ബിർരി വത്തഖ്വ എന്നാണ് പുതിയ ആയത്ത്. എന്നുവെച്ചാൽ പരസ്പരം സഹായിക്കുക എന്നാണ് എന്റെ അർത്ഥം. നിങ്ങൾ അന്യോന്യം സഹായിക്കുക. ആയിക്കോട്ടെ, ജിന്ന് സഹായിക്കണം എങ്ങനെ നമുക്ക് അറിഞ്ഞോണമെന്നില്ല. നമ്മളെങ്ങനെ അങ്ങോട്ട് സഹായിക്കണം എന്നല്ലോ പറഞ്ഞത്. ജിന്നിനെ അങ്ങോട്ട് സഹായിക്കണം എങ്ങനെ, അങ്ങോട്ട് സഹകരിക്കണം എങ്ങനെ? താവനു അലൽ ബിരി, നിങ്ങൾ പരസ്പരം സഹായിക്കാനാണല്ലോ. താവനു എന്നാണല്ലോ, തഫാലവത്തിനാണ്. പരസ്പരം സഹായിക്കണം, അന്യോന്യം സഹായിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. നമ്മൾ ഇങ്ങോട്ട് ജിന്ന് സഹായിക്കണമല്ലോ, അങ്ങോട്ട് സഹായിക്കണമല്ലോ. അതെങ്ങനെ സഹായിക്കും? അപ്പോ ഈ പിടിവിട്ട വാദത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത ഒരു ജനറേഷൻ ഈ രൂപത്തിന് മുന്നോട്ട് പോയിട്ട് അടുത്ത തലമുറ വന്നാൽ നമ്മുടെ വല്യാപ്പൊക്കെ ജിന്നോട് തേടിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് ചേക്കുട്ടി പാപ്പ എന്ന് പറയുന്ന ആളെ വിളിക്കാൻ തുടങ്ങും. കാര്യം ആരാ ചേക്കുട്ടി പാപ്പ എന്ന് പറയുന്ന ആളാരാ? ചേക്കുട്ടി പാപ്പ ആരാ? ജിന്നാണ്. ചേക്കുട്ടി പാപ്പ ജിന്നാണ്. പെണ്ണുങ്ങളോട് ഒരൽപ്പം അനുകമ്പയുള്ള ജിന്നാണ് ആര്? ചേക്കുട്ടി പാപ്പ. അപ്പൊ ഈ ഒരു അബദ്ധവാദത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് ഒരിക്കലും നമ്മൾ കാരണം ഈ പ്രസ്ഥാനമോ ഈ പ്രസ്ഥാനത്തിൽ വരാനിരിക്കുന്ന തലമുറയോ അകപ്പെട്ടു പോകാൻ പാടില്ല. ഇത് ഗൗരവത്തോടെ തന്നെ കാണണം. ഇനി ആരാ തേടാമെന്ന് പറഞ്ഞത്? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരാ തേടണമെന്ന് പറഞ്ഞത്? ചോദിക്കാം. അതിനുള്ള തെളിവുകൾ, അതിനുള്ള എവിഡൻസുകൾ കൃത്യമായി തന്നെ നൽകാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഇനി ശിർക്കല്ല എന്ന് വാദമുണ്ടോ? അത് പറയാ. ശിർക്കാണ് എന്ന് തെളിയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോഴല്ലേ അത് പറഞ്ഞു, മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ കൃത്യമായി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തമായി തെളിയിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഇവിടെ തുറന്നു ചോദിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ചില ആളുകൾ പറയുന്നുണ്ട് മുഖാമുഖ നാടകമാണെന്ന്. ഒരു നാടകവും ഇവിടെ ഇല്ല. ചില ആളുകൾ അതാണ് ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പറയുന്ന ഇപ്പൊ നാടകം കളിക്കുക. ഒരു നാടകം ഇവിടില്ല. ആർക്കും കൃത്യമായ ഒരു മനസ്സിലുള്ള സംശയങ്ങൾ വ്യക്തമായി ചോദിക്കാം. അത് ഞങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആദർശമായി ബന്ധപ്പെട്ടതാണെങ്കിലും തുറന്നു തന്നെ നിങ്ങൾ ചോദിക്കുക എന്നാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. ഇപ്പൊ ഈ ക്ലിപ്പിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അത് മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്റെ ഒരു ക്ലിപ്പ്, ഒരു പ്രസംഗത്തിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനിത് അറിയില്ല. ഇവിടെ ഇരിക്കുന്നുണ്ട് ഷുക്കൂർ സ്വലാഹി ഒരു ദിവസം, സർ നിങ്ങളൊരു പ്രസംഗത്തിൽ നിങ്ങളിങ്ങനെ ജിന്നിനോട് സഹായം ചോദിക്കാൻ നിങ്ങൾക്കും ജബ്ബാർ മൗലവിക്കും ഒരേ വാദാണ് എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ കേൾപ്പിച്ചെന്ന്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആശയം ഒരിക്കലും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. മനസ്സിലുണ്ടെങ്കിൽ അത് പറയും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയാൻ സാധ്യതയില്ല. എനിക്കിപ്പോ ഒന്നും പറയാൻ കഴിയില്ല. അത് എവിടെയാണ് പ്രസംഗിച്ചത്, ആ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ കിട്ടണം. കിട്ടിയാലേ പറയാൻ കഴിയുള്ളൂ. അത് കിട്ടണില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ചെലവിലൊരു പരസ്യം കൊടുക്കാം. അപ്പൊ നേരത്തെ അനസ് മൗലവി പറഞ്ഞ മാതിരി ഇങ്ങനെ ഒന്ന് എൻ്റെ പേരിൽ കാണുന്നുണ്ട്, എനിക്ക് ആ വാദമല്ല, എൻ്റെ വാദം ഇന്നതാണ് എന്ന് ഞാൻ പരസ്യം കൊടുക്കുക. അത്രയല്ലേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഇനിയിപ്പോൾ ആളെ പേര് പറയാതൊക്കെ ഉണ്ട്, ഇവിടെ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്ന നജ്മുദ്ദീൻ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. നിങ്ങളൊരു ക്ലിപ്പുണ്ടല്ലോ, അതിന്റെ യഥാർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല. അപ്പൊ ജാമിയ നദ്വിയയില് വർഷങ്ങൾക്ക് മുമ്പ് 2009 ഒരു ക്ലാസ് എടുത്തിരുന്ന.
ആ ക്ലാസ് പെരിന്തൽമണ്ണത്തെ ഹിദായ അവരുടെ പേര് സംവാദം എന്തോ ഒരു മൾട്ടിമീഡിയ അവർ വന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആ സാധനം പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ആ സാധനത്തെ പറ്റി കേൾക്കുന്നത് കുട്ടികൾ പറഞ്ഞു, ഹിഫ്സുർ റഹ്മാൻ നിങ്ങൾക്ക് മറുപടി പറയുന്നിടത്ത് മുറിച്ച് കേൾപ്പിക്കുന്നത് ജാമ്യയിൽ നിങ്ങൾ ചെയ്ത ആ പ്രസംഗത്തിൻ്റെതാണ്. അപ്പൊ പിന്നെ ഒരു ബന്ധം അങ്ങനെയാണല്ലോ, താവനും അല്ലെങ്കിൽ ബിരി വത്തക്ക് പറഞ്ഞാൽ അവൻ പെടുമല്ലോ. അപ്പൊ ഹിഫ്സുർ റഹ്മാൻ കൊണ്ടുപോയി താവൂനാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓൻ അത് കട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നത്. ആ സമയത്തുണ്ടായൊരു സംഭവം, അന്ന് ഇപ്പൊ നജ്മുദ്ദീനും പറഞ്ഞ പോലെ ഈ വിഷയം അങ്ങനത്തെ ഒരു സന്ദർഭമാണ്. അപ്പൊ ഇവര് കൊണ്ടുപോയിട്ട് ഒരു കോപ്പി നജ്മുദ്ദീന് കൊടുത്തു. അപ്പൊ മൂപ്പരെന്ന് കേട്ടപ്പോ മൂപ്പര് ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങണുള്ളൂ. അപ്പൊ അത് കുഴപ്പമാണ്, ഇത് ആർക്കും കൊടുക്കണ്ടാറിന്. അപ്പൊ ആ കിട്ടിയത് മൂപ്പര് അവിടെ അങ്ങനെ വെച്ച്. പിന്നെ ഈ വിവാദം ഉണ്ടായപ്പോ ഒരാൾ മൂപ്പരെടുത്ത് വന്നിട്ട് പറഞ്ഞു, അത് സെലഫി പണ്ട് 2009 ചെയ്ത പ്രസംഗമാണ് എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. മൂപ്പര് കമ്പ്യൂട്ടറിൽ നിന്ന് അതിങ്ങനെ തെരഞ്ഞ് അവസാനം ഈ അട്ടികൾക്കിടയിൽ നിന്ന് ഈ CD കിട്ടിയത് മുഴുവൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് എനിക്ക് മൊബൈലിലൂടെ ആ ഭാഗം കേൾപ്പിച്ചു തന്നു. അപ്പൊ ഇവർ ചെയ്ത പണി എന്താണെന്നറിയാം, പ്രധാന ഭാഗം കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതെന്തിനാണ് ഈ തൗഹീദിന്റെ പ്രവർത്തകന്മാർ ഈ പണി ചെയ്യണത്? അത് ചെയ്യാൻ സഖാഫിമാര് കാന്തപുരത്തിന്റെ ആളുകൾ ഉണ്ടല്ലോ ഇവിടെ. ആ നിലവാരത്തിലേക്ക് നമ്മളെ ആദർശ പ്രബോധകരായ ഈ ചെറുപ്പക്കാരും പ്രാസംഗികന്മാരും കച്ചകെട്ടി ഇറങ്ങിയ പ്രവർത്തകന്മാരും എന്തിനീ പണിയേറ്റ് നടക്കണം? നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ആ പ്രസംഗം അതിന്റെ ശേഷം CD ഫറോക്കിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഒരാളിങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദമാണ് എന്റെ വാദമെന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ വന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കുന്നു ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പോ ഒരാള് പിന്നെ കുറച്ചാൾക്കാരെ പേരെഴുതി ഒപ്പ് നിട്ടിട്ട് ഒരു കടലാസ് ഇങ്ങനെ നെറ്റ് കൂടി വിട്ടിട്ടുണ്ട്. അതിലുണ്ട് എന്റെ പേരിൽ പോയിരിക്കാത്തത്, പൊതുജീവിതം അവസാനിപ്പിക്കാത്തത്. അപ്പൊ അത് മൊത്തം വായിച്ച് എന്റെ പൊതുജീവിതം അവസാനിപ്പിച്ച് ഞാൻ പേരിൽ പോയി ഇരിക്കലാണ് ആ ഒപ്പിടാൻ സമ്മതം കൊടുത്തവരും ഇടിപ്പിച്ചവർക്കും ആവശ്യം. എനിക്കെതിരിൽ കടുത്ത നടപടി സ്വീകരിക്കണം എന്നാണ് അതിലുള്ള ആവശ്യം. കള്ള ആരോപണങ്ങളാണ്. ആ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന സലീം ചാലിയം ഇതൊക്കെ യാദൃശ്ചികമായിട്ട് ഇന്ന് ഇവിടെ ഒത്തുകൂടിയതാ. ഈ സലീം ചാലിയം അന്നത്തെ യോഗം നിയന്ത്രിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു, ഈ CD പൂർണ്ണ രൂപത്തിൽ എനിക്ക് 1.5 മണിക്കൂർ സമയം മതി അതിവിടെ എത്തിക്കാൻ. അതല്ലെങ്കിൽ ഇതാ എന്നെ കാണേണ്ട ആവശ്യമില്ല. ആ CD പൂർണ്ണമായി വെച്ച് ഇവിടെ കൊണ്ടുവന്ന ക്ലിപ്പും നോക്കിയിട്ട് അധ്യക്ഷവേദിയിരിക്കുന്ന സലീമും പിന്നെ മറ്റേ മാഷ പേരെന്തായിരുന്നു, മുഹമ്മദ് അലി മാഷും, ഈ രണ്ടാളും കൂടി ഇങ്ങളേറ്റ് കൂടി തീരുമാനം എടുത്താൽ മതി, ഞാനത് കേൾക്കാമെന്ന് പറഞ്ഞതാ ഞാൻ. പിന്നെ ആ CD ഞാൻ എത്തിച്ചു കൊടുത്തു. എന്താണെന്നറിയോ, ഇപ്പൊ ഞങ്ങൾ അറിവിന് വേണ്ടി ആ CD-യിലെ എന്റെ പ്രസംഗത്തിന്റെ ആ ഭാഗം ഈ ഹനീഫ് കായക്കൊടി അത് കേട്ടിട്ട് അപ്പടിങ്ങനെ കാസറ്റ് കേട്ട് ടൈപ്പ് ചെയ്ത് എടുത്തതാണ് ഈ കാണുന്നത്. ഇതിപ്പോ മുഴുവനും കൂടി ഞാൻ വായിക്കണ്ട, ഞാൻ അതിലെ പ്രസക്ത ഭാഗം വായിക്കാം. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരെയും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിവരീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇവിടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വണ്ടിയേരീൻ എന്ന് പറഞ്ഞാൽ ഒരൊഴിഞ്ഞ സ്ഥലത്ത് വരീൻ. അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ ഇത് മലക്കിനെയാണ്, ഔലിയാക്കളെയാണ്, മരിച്ചവരെയാണ്, ജിന്നിനെയാണ്, ശൈത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. വിളിക്കണോനല്ലോ, പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ ഈ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരുടെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്കുനേരെ അതിനർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ മലക്കും ചിന്നും അല്ല, നേരെ മറിച്ച് എന്റെ ഈ വിളി കേൾക്കുന്ന ആരാണ് ഇവിടെ വിളി കേൾക്കണോടത്തുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടേനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ എന്താ മലക്കായിക്കൂടെ ജിന്നായിക്കൂടെ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമല്ല. പിന്നെ എന്തിനാ എന്റെ പേരിൽ വെച്ച് കെട്ടണത്? ഇനി അടിയിൽ ഞാൻ അന്ന് പറഞ്ഞ വാചകം തന്നെ ഉണ്ട്. അപ്പൊ അത് വെച്ച് കെട്ടാൻ ഒരാൾക്കും കഴിയില്ല. ബാക്കി കേട്ടോളി. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫളത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫളത്തിനെ വിളിച്ചുകൊണ്ട് എന്നെ സഹായിക്കാമോ എന്ന് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്തിട്ടല്ല. ഹഫളത്ത് പറഞ്ഞ ഹഫളത്തിന്റെ മലക്കുകൾ മനുഷ്യനെ സഹായിക്കുമെന്ന് വ്യക്തമായിട്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ
ആ സഹായം കിട്ടാൻ ഹഫളത്തിനോട് നമ്മൾ ചോദിച്ചിട്ടല്ല, ചോദിക്കാൻ പാടില്ല, അല്ലാതെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ജിന്ന് വർഗത്തിൽപ്പെട്ടവരോട് വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി, ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടുമില്ല. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദുഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ചു.